ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ കൂടെ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പുതിയ ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടെ ഈ ദൈവത്തിനെ കേൾവി ശ്രവിക്കുവാൻ എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവിന്റെ നാമത്തിൽ വീണ്ടും വന്ദനം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപയെക്കുറിച്ച് അല്ലെങ്കിൽ അപ്രമേയവും ആശ്ചര്യകരമായ ദൈവകൃപ നാം അതിനെക്കുറിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് നാം പഠിച്ചത്? ദൈവത്തിന് നമ്മോടുള്ള പ്രീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃപയെക്കുറിച്ച് നാം ഒന്നാമതായി പഠിച്ചു കഴിഞ്ഞത്. എന്താണ് കൃപ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് അതിന് ഉത്തരം നൽകാം: നമ്മോടുള്ള ദൈവത്തിന്റെ വാത്സല്യം. എന്നാൽ കൃപ അതിലും എത്രയോ അധികമാണെന്ന് നാം വീണ്ടും പഠിച്ചു കഴിഞ്ഞു. അർഹിക്കാത്ത പ്രീതി എന്ന് നമുക്ക് ഒരു നിർവചനം കൊടുക്കാമെങ്കിലും ഒരു ചൂടുകൂടെ നീങ്ങി ഇപ്രകാരം അത് പറയാൻ കഴിയും: അപ്രീതി മാത്രം അർഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അർഹിക്കാത്ത പ്രീതിയാണ് കൃപ. ദൈവത്തിന്റെ കരുണയുടെയും ഔദാര്യത്തിന്റെയും ആഴമളക്കാനാവാത്ത മഹാസമുദ്രമാണ് ഈ കൃപ എന്നുള്ളത്. ഇന്ന് നാം വീണ്ടും ഇതിനെ അടുത്ത തലങ്ങളിലേക്കുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം എപ്പോഴും ധാരാളമായി കേൾക്കുന്നൊരു വാക്കാണ് കൃപ, ദാനം എന്നീ ഈ വാക്കുകൾക്ക് വളരെ അടുത്ത ബന്ധമാണ്. പ്രിയമുള്ളവരെ, കൃപ ഒരു ദാനമാണ്. അതുകൊണ്ട് തന്നെ അത് സമ്പാദിക്കുന്നതോ അർഹിക്കുന്നതോ അല്ല. കടപ്പാടിന്റെയോ യോഗ്യതയുടെയോ ഏതെങ്കിലും ഒരു ആശയം എന്നാണ് നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ ആ നിമിഷം നിങ്ങൾ ദൈവകൃപയെ ഒഴിവാക്കിയാണ്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കൃപാദാനം എന്നതിന് അതിവിശാലമായ അർത്ഥവ്യാപ്തി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. എന്താണ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത? അതിന് വില മടക്കി കൊടുക്കുക എന്ന ചിന്ത തന്നെ നാം തള്ളിക്കളയുക. അത് പറഞ്ഞു തീരാത്തതും അപ്രമേയവുമാകുന്നു. പ്രിയരെ, നാം വിശ്വസിച്ച ഈ സുവിശേഷം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കും വിശ്വാസത്താൽ മാത്രം കൃപയിൽ കൂടി ലഭ്യമായ രക്ഷയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കാം. കൃപയുടെ അർത്ഥം നിങ്ങൾ അത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. നാം അത് കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ ഇച്ഛയുടെ ഒരു നിശ്ചിത പ്രവൃത്തിയാൽ അത് കൈക്കൊള്ളുന്നതാണ് വിശ്വാസം. കൃപ എന്താണെന്ന് യഥാർത്ഥമായി ഗ്രഹിക്കാത്ത ഒരുവൻ സുവിശേഷം എന്തെന്ന് ഒരിക്കലും ഗ്രഹിക്കുന്നതേയില്ല. അത്രയും അത്ഭുതമാണ് ദൈവത്തിന്റെ കൃപ. അനുദപിക്കുന്ന വേശ്യാസ്ത്രീയോട് ക്ഷമിക്കുന്നതിനും അവളെ ഒരു പുതിയ സൃഷ്ടിയായി വിശുദ്ധീകരിച്ച് കൈക്കൊള്ളുന്നതിനും കൃപയ്ക്ക് കഴിയും. ഒരർത്ഥത്തോടെ പറയാം, ഇന്നത്തെ ഈ ഉദാഹരണം ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്, വിസ്മരിക്കരുത്. ഒരു രാജാവ് പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ദുർനടപ്പുകാരായ സ്ത്രീകൾക്കെല്ലാം രാജാവിന്റെ ജനന ദിവസത്തിൽ തന്റെ ഔദ്യോഗിക വിളംബരത്താൽ എല്ലാവർക്കും അവരെ കുറ്റകൃത്യത്തിൽ നിന്ന് വിമോചിതരാക്കുകയും തടവറയിൽ നിന്ന് അവരെ സ്വതന്ത്രരായി വിട്ടയക്കുകയും ചെയ്യും. ആ വർത്തമാനം കേട്ട എല്ലാ വേശ്യമാർക്കും ആ വിളംബരം പുറത്തിറങ്ങുവാനുള്ള സന്തോഷകരമായ ഒരു സുദിനമായിരുന്നു. കാരണം ഇന്നലകൾ ചെയ്ത തെറ്റിന് ഇനി യാതൊരു ശിക്ഷയില്ല, തെറ്റുകൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കിപ്പോൾ സ്വാതന്ത്ര്യമായി വീണ്ടും സ്വൈര്യവിഹാരം നടത്താം, തങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് തുടർന്ന് ജീവിക്കാം. എന്നാൽ രാജാവ് പ്രസിദ്ധമാക്കിയ ഈ വിളംബരം ഒരു വേശ്യാസ്ത്രീയുടെ ജീവിതത്തെ മാറ്റുന്നില്ല, രൂപാന്തരപ്പെടുത്തുന്നില്ല. എന്നാൽ അതിലൊരു സ്ത്രീയോട് രാജാവ് തന്റെ ഭാര്യയായി തീരുവാൻ അല്ലെങ്കിൽ രാജ്ഞി പദം അലങ്കരിക്കുവാൻ ആവശ്യപ്പെടുക എന്ന് ചിന്തിക്കുക. പക്ഷെ ആ സ്ത്രീക്ക് അത് തടവറയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ വിമോചനമോ അല്ല. ഇപ്രകാരം പുറത്തിറങ്ങുന്ന സ്ത്രീകൾ വീണ്ടും വീണ്ടും പഴയ പ്രവൃത്തി ചെയ്താൽ അവർ തെറ്റുകാരായി തന്നെ തുടരുകയാണ്. അധികാരികൾക്ക് നിയമങ്ങൾക്കും അവർക്ക് വീണ്ടും ശിക്ഷിക്കാം. പക്ഷേ അപ്രകാരം പുറത്തിറങ്ങിയ ഒരു സ്ത്രീയെ രാജാവ് തന്റെ പട്ടമഹർഷി പദത്തിലേക്ക് രാജ്ഞിയായി സ്വീകരിക്കുകയാണെങ്കിൽ രാജാവിന്റെ ഭാര്യയായിട്ടിരിക്കുമോ അതോ ദുർനടപ്പുകാരിയായി ജീവിതം അവസാനിപ്പിക്കും? രാജ്ഞി പദം അവളെ വ്യത്യാസപ്പെടുത്തി, സ്വഭാവത്തെ മാറ്റി. പാവപ്രവൃത്തിയിൽ അവളെ എന്നേക്കുമായി അവൾ വിടുവിക്കപ്പെട്ടു. രാജാവിന്റെ ഭാര്യയായി ഈ കൊട്ടാരത്തിൽ ജീവിച്ച് ഇനി ആരാണ് പഴയ മ്ലേച്ഛകരമായ പ്രവൃത്തിയിലേക്ക് ഇനി പോകുന്നത്? ഒരിക്കലുമില്ല. ഇതാണ് കൃപ ചെയ്യുന്നത്. അഭക്തരായിരുന്ന, പാപികളായിരുന്ന, ശത്രുക്കളായിരുന്ന, ബലഹീനരായിരുന്ന, ദൂരസ്ഥന്മാരായിരുന്ന നമ്മളെ ക്രിസ്തുവിൽ സ്വന്തം അവകാശമാക്കി, കൂട്ടവകാശങ്ങളാക്കി, പുത്രന്മാരാക്കി, സമീപസ്ഥരാക്കി, വാഗ്ദത്തത്തിന് പങ്കാളികളാക്കി ദൈവം മാറ്റിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സദ്വർത്തമാനം നമ്മുടെ ജീവിതത്തെ, സ്വഭാവത്തെ എല്ലാം വ്യത്യാസപ്പെടുത്തി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വൃക്ഷങ്ങൾ പറഞ്ഞൊരു കഥയുണ്ട്. അത്തിവൃക്ഷവും ഒലിവൃക്ഷവും മുന്തിരിവൃക്ഷവും എല്ലാം പറഞ്ഞു, ഞങ്ങളുടെ സ്വാദ് വിട്ടിട്ട്, ഞങ്ങളുടെ രസം വിട്ടിട്ട്, ഞങ്ങളുടെ പുഷ്ടി വിട്ടിട്ട്, ഞങ്ങൾ കൊണ്ടെന്ന് പറയുന്ന ആ അനുഗ്രഹങ്ങളെ വിട്ടിട്ട് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? അത്തിവൃക്ഷവും ഒലിവൃക്ഷവും മുന്തിരിവൃക്ഷവും രാജ്യത്വത്തിന്റെ ഓഫർ സ്വീകരിച്ചില്ല, നിരസിച്ചു. അവർ ദൈവത്തെയും മനുഷ്യനെയും പ്രസാദിപ്പിക്കുന്ന ആനന്ദവും രസവും പുഷ്ടിയും കരുത്തും വിട്ടുകളഞ്ഞിട്ട് ലൗകികമാതിന്റെ പിന്നാലെ, ക്രൂശിനെ തള്ളിക്കളഞ്ഞ്, ദൈവകൃപ വിട്ടുകളഞ്ഞ് ഈ ലോകത്തിന്റെ മോഹങ്ങളുടെ പിന്നാലെ പോകുവാൻ ആർക്ക് കഴിയും? കൃപ നിങ്ങളെ വ്യത്യാസപ്പെടുത്തും, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ ക്രൂശിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളനെ അവന്റെ ജീവശ്വാസം പോകുന്ന നിമിഷത്തിൽ തന്നെ രക്ഷിച്ച് അതേ ദിവസം തന്നെ, ആ നിമിഷം തന്നെ പർദീസയുടെ അവകാശിയാക്കി തീർത്തു. പ്രിയമുള്ളവരെ, ഇത് കൃപയ്ക്ക് മാത്രമേ കഴിയൂ. നമുക്ക് ഇങ്ങനെ പറയാം: മാനസാന്തരപ്പെട്ട കൊലപാതകളെ കൊണ്ടും, രക്ഷിക്കപ്പെട്ട മദ്യപാനികളെ കൊണ്ടും, ലൈംഗിക കുറ്റവാളികളെ കൊണ്ടും, കള്ളന്മാരെ കൊണ്ടും, അധർമ്മികളെ കൊണ്ടും കൃപ സ്വർഗത്തെ നിറയ്ക്കുന്നു. കൃപയുടെ
രക്ഷന്റെ ശക്തിയിൽ നിന്ന് ഒരു പാവി പോലും അന്യനല്ല. Praise the Lord. അങ്ങനെയാണെങ്കിൽ ഈ കൃപ ഭയാനകമായ അന്ധകാര കൊടികളിൽ നിന്ന് ജനരക്ഷകളെ ഉയർത്തിയിട്ടുണ്ട്. കൊടിഞ്ഞ ചേറ്റിൽ നിന്നും അവരുടെ പാദങ്ങളെ ഉയർത്തി പാറമയിൽ നിർത്തിയിട്ടുണ്ട്. അവരുടെ വഴികളെ സ്ഥിരമാക്കി വായിൽ ഒരു പുതിയ പാട്ട് നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന അവരെ പിതാവ് സ്വർഗസ്ഥലങ്ങളുടെ മാളികമുറികളിൽ നിശ്ചയമായും ആനയിച്ചിട്ടുണ്ട്. ഇതാണ് സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പ്. ഇപ്രകാരം സ്വർഗീയമായ അവകാശങ്ങളാക്കി നമ്മെ മാറ്റുവാൻ കൃപയ്ക്ക് മാത്രമേ കഴിയൂ. കൃപ മുഖാന്തരമേ കഴിയൂ. കൃപ കൊണ്ട് മാത്രമേ അത് സാധിക്കുവാനും കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ.